അശ്വന്ത് കോക്ക് സിനിമ റിവ്യൂ നടത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ മാഷ ഇങ്ങനെ ചെയ്യണത്? ഓരോ റിവ്യൂ നടത്തുന്നത് നിങ്ങൾ ഒരു പ്രത്യേക ശൈലിയിലാണ്. ഇപ്പം നിങ്ങൾ ആദ്യമൊക്കെ വളരെ സാധാരണ നിലയിലൊക്കെ തുടങ്ങിയപ്പോൾ പോയി നിങ്ങൾ ആ സിനിമയിലെ നായകൻ്റെ വേഷത്തിലൊക്കെ വന്നു തുടങ്ങി. ഇപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ നായകൻ മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിൻ്റെ വേഷമൊക്കെ കേട്ടിട്ടുള്ള ഒരു വരവുണ്ട്. സൂപ്പർ എൻട്രി ആയിരുന്നു. അത് നല്ല ഗംഭീരമായിരിക്കണം. അത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവേ ആൾക്കാർക്ക് വളരെ താല്പര്യമായിരിക്കും. നിങ്ങളതൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഈ റിവ്യൂവിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ആൾക്കാർ ഈ വല്ല കാറിലിരുന്നിട്ടോ നീ വീട്ടിലേതെങ്കിലും ഒരു കോണിലൊരു ചെറിയ മൊബൈലിൻ്റെ മുന്നിലോ ക്യാമറയ്ക്ക് മുന്നിലോ ഒക്കെ ഇരുന്ന് പറഞ്ഞിരുന്നൊരു കാര്യത്തിന് നിങ്ങളതിനൊരു വേറൊരു തലത്തിലേക്ക് തന്നെ ഉയർത്തിയിരിക്കുന്നു. ആ 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ റിവ്യൂവിൻ്റെ അവസാനം എൻഡ് ചെയ്യുന്നതിന് നിങ്ങളതിലെ മോഹൻലാലിൻ്റെ ഒരു വലിയ ശാപ്പാട്ടുരാമനെ പോലെ ഈ ബഗൻ്റെയൊക്കെ കഥ കേട്ടിട്ടില്ലേ നമ്മളതുപോലെ ഒരു വലിയ ഇലയിൽ ഒരു എത്ര ചോറാണെന്നറിയില്ല, ആ ചോറിൽ കുറേ പപ്പടമൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു അറപ്പുളവാക്കുന്ന ഒരു സീനാണത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചൊന്നും നമുക്കറിയില്ല. അതിനെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അതും ഒരു വളരെ വളരെ അതൊരു അല്പം ബുദ്ധിപരമായി ആലോചിച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു ഗംഭീരൻ ഒരു സീനാണത്. അത് നിങ്ങൾ ഗംഭീരമാക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുന്നത്, ഒരു താല്പര്യം, അവനോട് താല്പര്യമുള്ള ഒരു വിഷയത്തിന് അതെങ്ങനെ പ്രൊഫഷണലാക്കാം അല്ലെങ്കിൽ തൻ്റെ കഴിവിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഗംഭീരമാക്കിയിട്ടുണ്ട് നിങ്ങളത്. നിങ്ങൾ പറയുന്ന ചിലപ്പോൾ വിമർശനത്തിനോടോ അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായത്തോടോ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടാവുമായിരിക്കും. അത് പറയട്ടെ, അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കാരണം അതിനകത്ത് ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് താഴെ നിങ്ങൾ അതിനോട് കമൻറ്റുകൾ വരുന്നൊക്കെ വളരെ രസമായിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് കാണുന്നത്, വയ്യപ്പോഴേ തോന്നി എന്തോ കോസ്റ്റ്യൂം അന്വേഷിച്ച് പോയതായിരിക്കും എന്ന് തോന്നുന്നു എന്നൊരു നല്ല കമൻറ്റ് വരുന്നുണ്ട്. വേറൊരു കമൻറ്റ് പറയുന്നത്, ഈ 20 മിനിറ്റ് റിവ്യൂ നിങ്ങൾ ആ സിനിമയിൽ ചേർത്തിരുന്നെങ്കിൽ ആ സിനിമ സക്സസ് ആയേനെ എന്ന് പറയുന്ന രസകരമായൊരു കമൻറ്റ് വരുന്നുണ്ട്. വേറൊന്ന് പറയുന്നുണ്ട്, ഒരു തവണ കണ്ടു എന്നുള്ളത് നിജം, ഇനി ഒരിക്കലും കാണില്ല എന്നത് നിജം. അതിനകത്ത് ഹരീഷ് പേരടിയോ മറ്റോ പറയുന്ന ഒരു സംഭാഷണത്തിനെ അനുകരിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ. അങ്ങനെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെയുള്ള രസകരമായ കമൻറ്റുകൾ വായിക്കുന്നതേ രസകരമാണ്. കാരണം ആയിരക്കണക്കിന് കമൻറ്റുകൾ, കാരണം ഒരുവിധം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അശ്വന്ത് കോക്കിന് കമൻറ്റുകളുടെ എണ്ണം അതിനോട് പ്രതികരിക്കാനൊന്നും ഇപ്പോൾ സമയമേ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ വളരെ രസകരമായിരിക്കും. അത് വായിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു രസകരമായ കാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു എന്താ പറയേണ്ടത്, നമുക്ക് ആസ്വാദന കല, ചിരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പഴയ കാലത്ത് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ ഈ കുഞ്ചൻ നമ്പ്യാർ പിന്നെ ഈ ഓട്ടം തുള്ളലുണ്ടാക്കിയത് നമ്പ്യാർ എന്നെ മറ്റേ ഇളവായിട്ട് നമ്മൾ എന്താ പറയേണ്ടത്, ചാക്യാരുമായിട്ട് ഉടക്കിക്കൊണ്ടായിരുന്നു. അന്ന് ഉറങ്ങിപ്പോയി, മിഴാവ് കൂട്ടുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അങ്ങനെ തെറ്റിപ്പോയിട്ടാണ് ഈ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഴയ പുരാണ കഥകളൊക്കെ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് അവതരിപ്പിക്കുക. അത് ആ നാട്ടിൽ നടക്കുന്ന കുറേ അതിക്രമങ്ങളെ, ഭരണാധികാരികളുടെ വീഴ്ചകളെ, പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെയൊക്കെ കളിയാക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടൊരു കാര്യമുണ്ട്, പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. അങ്ങനെ അതൊക്കെ രസകരമായി അങ്ങനെ ആൾക്കാരിലെത്തിച്ച് ചിരിപ്പിച്ച് ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വിനോദമാണത്. അതുമാതിരി ഒരു സിനിമ കണ്ടാൽ നിരൂപണം നടത്തിയിരുന്ന കോഴിക്കോടൻ പോലെയുള്ള ആൾക്കാരൊക്കെ പണ്ട് ഏതെങ്കിലും ചലച്ചിത്ര മാസികകളിലൊക്കെ എഴുതിയിരുന്നു. അതും സിനിമയൊക്കെ വന്നു പോയി. അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ, അന്ന് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററാണ്, ചിലപ്പോൾ സി ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും ഒരു 6 മാസമൊക്കെ കഴിയും. അപ്പോഴേക്ക് ഈ നിരൂപണം വന്നാൽ അതിൽ ചെറിയൊരു വിഭാഗം കണ്ടെങ്കിലായി. ഇന്നിപ്പോൾ സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ നമുക്ക് ഇതുപോലെയുള്ള റിവ്യൂകൾ കിട്ടും. പക്ഷേ ഈ റിവ്യൂകളൊക്കെ തന്നെ പിന്നെ സിനിമയെ നശിപ്പിക്കുന്നുള്ളൊരു അഭിപ്രായമൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. നല്ല സിനിമകൾ ഏത് നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിലും, മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ നടത്തിയാലും അത്തരം സിനിമകൾ തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം ആ റിവ്യൂ കേട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഒരു സിനിമയ്ക്ക് പോവാതിരിക്കില്ല. അത് സിനിമ കണ്ട ആൾക്കാരുടെ അഭിപ്രായം പുറത്തേക്ക് സ്വാഭാവികമായിട്ടും വരും. അതിപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കാതൽ പോലുള്ളൊരു സിനിമയ്ക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ ധാരാളം കിട്ടിയതാണ്. അതിൻ്റെ വിഷയത്തിനോടുള്ള ഒരു അപ്രോച്ചായിരുന്നു അത് റിവ്യൂകാരിൽ നിന്ന് മാത്രമല്ല, ചില പ്രത്യേക കോണുകളിൽ നിന്ന് അതിനെതിരെ വിമർശനം ഉണ്ടായി. എന്നിട്ട് കാതൽ നന്നായി സക്സസ് ആയില്ലേ.
അതേസമയം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസിനെ നല്ല സിനിമകളെ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. അതേസമയം ചെറിയ കൊച്ചു സിനിമകളുണ്ടാവും, വലിയ താരമൂല്യമില്ലാത്തത്, വലിയ പണമില്ലാത്ത, പബ്ലിസിറ്റിക്ക് പണമില്ലാത്തവരെ, അത് ഇത്തരം പോസിറ്റീവായിട്ട് നല്ല സിനിമകളാണെങ്കിൽ പോസിറ്റീവ് റിവ്യൂ വരും. അത് അത്തരം സിനിമകളെ തിയേറ്ററുകളിൽ നല്ല തോതിൽ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം സിനിമ വിജയിക്കുന്നല്ല പറയുന്നത്, പക്ഷേ തീർച്ചയായിട്ടും റിവ്യൂസ് അതിന് സഹായിക്കുകയും ചെയ്യും. അത് ഇത്തരം റിവ്യൂകൾ നല്ലതാണെന്നുള്ള അഭിപ്രായമാണ്. ചീത്ത സിനിമയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സിനിമ എന്ന് പറയുന്നത് അതിനൊരു ജാതകം ഉണ്ടാവും. മനുഷ്യന് ജാതകത്തിൽ വിശ്വസിക്കുന്നവർക്കൊരു ജാതകം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ ജയപരാജയങ്ങളൊക്കെ ഉള്ളത്. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ നിലമാതിരി ഈ സിനിമയിൽ അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ പല ചേരുവകളും വേണ്ട വിധത്തിൽ ചേർന്നില്ലെങ്കിൽ, അതിൻ്റെ കണ്ണികൾ വേണ്ട വിധത്തിൽ ചേർന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരാജയപ്പെടും. നല്ല രീതിയിൽ കൂട്ടിയിണക്കി നന്നായിട്ട് കഥ പറഞ്ഞു പോവുകയും അതിനകത്തൊരു മെസ്സേജ് ഉണ്ടാവുക, അതിലെ അഭിനയം അല്ലെങ്കിൽ സംഗീതം എല്ലാ ചേരുവകളും ഭംഗിയായി കഴിഞ്ഞാൽ അത് സക്സസ് ആവും. അപ്പോൾ തീർച്ചയായും തിയേറ്ററുകളിൽ നല്ല രീതിയിലോടും. അതുമാത്രമല്ല, ഇപ്പോൾ സിനിമയിൽ തന്നെ ചെറിയ കൊച്ചു സിനിമ, നല്ല സിനിമ ഉണ്ടെങ്കിൽ തന്നെ മനഃപൂർവ്വം ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ അതിനെ തകർക്കുന്ന ഒരു പ്രവണതയുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് റോളേ ഇല്ലാത്തതാണ്. സിനിമയുടെ ഉള്ളിൽ തന്നെ നല്ല സിനിമകൾ വന്നാൽ തിയേറ്റർ കിട്ടാതിരിക്കുക. ഇപ്പോൾ അവാർഡ് പടങ്ങൾ നല്ലത് വരുമ്പോൾ തിയേറ്ററുകളെ കിട്ടുന്നില്ലല്ലോ. IFFK പോലെയുള്ള ഇതിൽ ഫെസ്റ്റിവലിലൊക്കെ വരുന്ന സിനിമകൾ എത്ര നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ സങ്കടം പറയുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ഈ മോഹൻലാലിൻ്റെ പുതിയ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് വളരെ സങ്കടവും വിഷമമൊക്കെ പറയുന്നത് കണ്ടു, വിമർശിക്കുന്നത് കണ്ടു. സിനിമ കാണാതെ ഒരഭിപ്രായം പറയരുതെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു 90% ആൾക്കാരും ആ സിനിമ കണ്ട അഭിപ്രായം തന്നെയായിരിക്കും പറയുന്നത്. വളരെ ചുരുക്കം ചിലർ കേട്ട അഭിപ്രായം വെച്ച് പറയുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ വളരെ തുലവും ചെറുതാണെന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ആ റിവ്യൂ നടക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് കോക്കിൻ്റെ ശൈലി, അതിനെ ഒരു വിമർശനത്തിന് നമ്മളെങ്ങനെയാണോ ചലച്ചിത്ര നിരൂപണം പണ്ടത്തെ കാലത്ത് കോഴിക്കോടിനെ പോലെയുള്ളവരൊക്കെ ചെയ്തിരുന്നത്, അങ്ങനെ ഒരു തലത്തിലേക്ക് കോക്കിൻ്റേതായ ഒരു ശൈലിയിൽ അതിനൊരു പ്രൊഫഷണലിസം, ഒരു പ്രത്യേക തലം സൃഷ്ടിച്ചുകൊണ്ട് കോക്ക് അതിനൊരു മാനം കൊടുത്തിരിക്കുന്നു. അതിനെ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അതിനൊരു ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ അശ്വന്ത് കോക്ക്. താങ്ക് യു ആൾ, ബെസ്റ്റ് വിഷസ് ടു യു. ഓക്കെ, ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.